PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും അതുപോലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. PM കിസാൻ സമ്മാൻ നിധിയുടെ 21ാമത്തെ ഗഡു വിതരണം നവംബർ 19-നാണ് വിതരണം ചെയ്തത്. 9 കോടിയിലധികം കർഷകർക്ക് ഗുണം ചെയ്തു. എങ്കിലും നിരവധി കർഷകർക്ക് 21ാമത്തെ ഗഡു ലഭിക്കാതിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം അനർഹമായി കൈപ്പറ്റിയവരിൽ നിന്ന് 416.75 കോടി രൂപ കേന്ദ്രം തിരിച്ചുപിടിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരേ കുടുംബത്തിലെ ആളുകൾ അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നുവെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കൈപ്പറ്റിയ ആനുകൂല്യം പിടിച്ചെടുത്ത് തിരിച്ചു നൽകാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചത്. കേരളത്തിൽ തന്നെ 7694 കുടുംബങ്ങളിൽ നിന്ന് ഭാര്യയും ഭർത്താവും ആനുകൂല്യം കൈപ്പറ്റിയതായി സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2025-ലെ 3 ഗഡുക്കളും വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി 2026-ൽ ലഭിക്കാനുള്ള 3 ഗഡുക്കളിൽ ആദ്യ ഗഡു ജനുവരിക്കും മാർച്ചിനുമിടയിലാണ് വിതരണം ചെയ്യുക. അതായത് 22ാമത്തെ ഗഡു എത്തിച്ചേരുക മാർച്ച് മാസത്തിനുള്ളിലാണ് ലഭിക്കുക. അതേസമയം കേന്ദ്ര സർക്കാർ വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ PM കിസാൻ സമ്മാൻ നിധിയുടെ പ്രതിവർഷം നൽകുന്ന 6000 രൂപ 9000 രൂപയായി വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട്. 9000 രൂപയായി ഉയർത്തുകയാണെങ്കിൽ PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് 3000 രൂപ വീതമുള്ള 3 ഗഡുക്കളാണ് ലഭിക്കുക. 22ാമത്തെ ഗഡു ലഭിക്കാൻ ഫാർമേഴ്സ് ID നിർബന്ധമായിരിക്കും. കൂടാതെ KYC അപ്ഡേറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരറിയിപ്പുള്ളത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. ക്ഷേമ പെൻഷൻ വിതരണം ഡിസംബർ 15 മുതലാണ് ആരംഭിക്കുക. വർദ്ധിപ്പിച്ച 2000 രൂപയാണ് ഇത്തവണ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക.